എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2025 അവസാനിച്ചു, 2026 ആരംഭിച്ചു. ആദ്യത്തെ 2 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളത്. പല ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച. അതായത് 2026 ആരംഭിച്ച് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിലത്തെ നിഫ്റ്റി, അതുപോലെ തന്നെ UK FTSE ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ജർമ്മൻ ഇൻഡെക്സ് റെക്കോർഡ് ഹൈനെടുത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ സെൻറ്റിമെൻറ്റ് ബുള്ളിഷാണ്. പുതിയ കലണ്ടർ ഇയറിൽ തീർച്ചയായിട്ടും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇനി വെള്ളിയാഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിൽ സ്ലൈറ്റ് വീക്ക്നെസ് ഉണ്ടായിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ വെള്ളിയാഴ്ചയും കണ്ടിട്ടുണ്ട്. അതേസമയം ആൽഫബറ്റ് ബെറ്റർ ആയിരുന്നു. മൈക്രോൺ ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്കോമും ബെറ്റർ ആയിരുന്നു. വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് മാനുഫാക്ചറിങ് കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം അൽക്കോവ അലുമിനിയം ജയൻ്റ് ആണ് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്ത് 52 വീക്ക് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൈദു ചൈനീസ് കമ്പനിയാണ് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ടെക്നോളജി സെക്ടറിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യ ദിവസം ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ 2026 ആദ്യ ദിവസം ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ അമേരിക്കയിൽ കാണുന്നത്. അതേസമയം യൂറോപ്പിൽ UK ഇൻഡെക്സ്, അതുപോലെ തന്നെ ജർമ്മൻ ഇൻഡെക്സ് ഒക്കെ റെക്കോർഡ് ഹൈയിലും റെക്കോർഡ് ഹൈനടുത്തൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയ മാർക്കറ്റ് വെള്ളിയാഴ്ച വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹോങ്കോങ്ങും ബെറ്റർ ആയിരുന്നു. അതേസമയം ചൈനീസ് ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഇന്ത്യയിൽ നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് മാത്രമാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാതിരിക്കുന്നൊരു ഇൻഡെക്സ്. ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും സെൻസസും ഒരുപക്ഷെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണ് 2026 ആരംഭിച്ചപ്പോൾ നമ്മൾ കാണുന്നത്. 2025 ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റ് സൗത്ത് കൊറിയ മാർക്കറ്റായിരുന്നു. കോസ്പി ഇൻഡെക്സ് 75.63% 2025 നേട്ടം കൊയ്തത്. അതോടൊപ്പം തന്നെ ഇസ്രായേലി മാർക്കറ്റ്, സൗത്ത് കൊറിയ മാർക്കറ്റ്, ജാപ്പനീസ് മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ്, ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിലുള്ള നേട്ടം രേഖപ്പെടുത്തിയതായിരുന്നു 2025. അതേസമയം ചില മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് റഷ്യൻ മാർക്കറ്റ് 4.04% താഴെയായിരുന്നു. സൗദി അറേബ്യൻ തദാവുൾ ഓൾ സ്റ്റോക്ക് ഇൻഡെക്സ് 12.84% താഴെയായിരുന്നു. ഫിലിപ്പൈൻ ഇൻഡെക്സ് 7.29% താഴെയായിരുന്നു. അപ്പോൾ ലോസ് വന്നിട്ടുള്ള മാർക്കറ്റുകളും 2025 ഉണ്ടായിരുന്നു. 2026 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് അക്രോസ് ദ ഗ്ലോബ്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളും വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി കമോഡിറ്റി മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഗോൾഡും സിൽവറും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $4,330.3 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവർ $72.77 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവറും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം പുതിയ 5 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിട്ട് 5 ഇയർ ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റയൊക്കെ പുറത്തു വരാനുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുക, അതോടൊപ്പം തന്നെ US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2026 എൻഡോട് കൂടിയിട്ട് ഗോൾഡ് $5,000 പെർ ഔൺസ് സ്പോട്ട് ഗോൾഡ് ക്രോസ്
ക്രോസ് ചെയ്യുമെന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ സിൽവർ 85-90 ലെവലിലേക്കൊക്കെ ഉയർന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. $85-90 പെർ ഔൺസ്. ഒരു ബുള്ളിഷ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ $100 പെർ ഔൺസ് വരെയൊക്കെ സിൽവർ മുന്നേറിയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോപ്പറും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അലുമിനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷോർട്ട് സപ്ലൈ ആണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലുമിനിയം ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഒപെക്കിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. 2026 ഒപെക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, സപ്ലൈയും കൂടുതലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനി നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RBIയുടെ ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ 2021 അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയർ 2025 കമ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഹൗസ് ഹോൾഡ് സേവിങ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് വെച്ചാണ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റികളിൽ, FDയിലൊക്കെ ഇപ്പോഴുള്ളത് എന്നുള്ളൊരു ഡാറ്റയാണ്. 2025 ഫൈനാൻഷ്യൽ ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ 2021 കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റിൻ്റെ പെർസെൻറ്റേജ് 2025 35.2% കുറഞ്ഞിരിക്കുകയാണ്. 2021 40.9% അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ പെർസെൻറ്റേജ് 15% കുറഞ്ഞിരിക്കുകയാണ്. 2021 18.7%. അതേസമയം പ്രോവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട് പ്രൊഡക്റ്റുകളുള്ള പെർസെൻറ്റേജ്, സേവിങ്സിൻ്റെ പെർസെൻറ്റേജ്, അതായത് സേവിങ്സ് എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് ആണ് 16.66% നിന്ന് ഫൈനാൻഷ്യൽ ഇയർ 2025 ആകുമ്പോഴേക്കും 22.2% ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷെയർ 2.1% നിന്ന് 13.1% ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് 1.3% നിന്ന് 6.5% ഉയർന്നിരിക്കുകയാണ്. അതേസമയം സ്മോൾ സേവിങ്സ് 7.9% നിന്ന് 6.5% കുറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ പോസിറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ജനങ്ങൾ FDയിൽ നിന്ന് മാറ്റി അവരുടെ സേവിങ്സിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് മ്യൂച്വൽ ഫണ്ടിലേക്കും ഇക്വിറ്റിയിലേക്കും അതുപോലെ തന്നെ പെൻഷൻ റിലേറ്റഡ് പ്രൊഡക്റ്റുകളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ബൈയിങ്, റീറ്റെയിലേഴ്സിൻ്റെ ബൈയിങ് ഒക്കെ വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഡാറ്റ, RBI ഡാറ്റ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ തന്നെയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസത്തെ PMI മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ വന്നിരുന്നു. 55 റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നവംബറിൽ 56.6 ആയിരുന്നു. 2 വർഷത്തെ ലോവസ്റ്റ് ലെവലിലേക്കാണ് ഈ ഡാറ്റ വന്നിരിക്കുന്നത്. ഇത് ഡേഞ്ചർ ഫിഗർ ഒന്നും തന്നെയല്ല, നാച്ചുറലി ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇയർ എൻഡ് വരുമ്പോൾ, അല്ലെങ്കിൽ കലണ്ടർ ഇയർ എൻഡ് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ മാർക്കറ്റിൽ ഈ ഡാറ്റ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് റിഫോം മെഷേഴ്സ് വലിയ രീതിയിലാണ് ഇമ്പാക്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് പല സെക്ടേഴ്സിനും. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് കമ്പോണൻസ് മാനുഫാക്ചറിങ്ങിൻ്റെ സ്കീമിൻ്റെ 3rd ട്രാഞ്ചയുടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. 22 പ്രപ്പോസൽസാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ 25 പ്രപ്പോസൽസിലെ 5 പ്രപ്പോസൽസാണ് 73% ടോട്ടൽ അലോക്കേഷൻ്റെ കൈയടക്കി വെച്ചിരിക്കുന്നത്. 41,863 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്, പ്രപ്പോസൽസാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 73%, അതായത് 30,537 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ 5 കമ്പനികളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കമ്പനികൾ ഒന്ന് ഹിൻഡാൽകോ, ടാറ്റ ഇലക്ട്രോണിക്സ്, മദർസൺ,
ഇലക്ട്രോണിക് കമ്പണൻസ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ ATL ബാറ്ററി ടെക്നോളജീസ്, യൂഷാൻ ടെക്നോളജീസ്. ഈ 5 കമ്പനികളാണ്. ഈ 5 കമ്പനികളും ആപ്പിളായിട്ടാണ് ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 5 കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ മെജോറിറ്റി യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പിൾ തന്നെയാണ്. ഹിൻഡാൽകോൻ്റെ എൻട്രി വളരെ പോസിറ്റീവാണ്. ഹിൻഡാൽകോനെ സംബന്ധിച്ച് ഹിൻഡാൽകോയും ആപ്പിളും തമ്മിലാണ് ഒരു അലയൻസ് വന്നിരിക്കുന്നത്. അലുമിനിയം എക്സ്ട്രൂഷൻ പ്ലാന്റിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഹിൻഡാൽകോനെ സംബന്ധിച്ച് ഒരു ഡൈവേഴ്സിഫൈഡ് കോൺഗ്ലോമറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അലുമിനിയം പ്രൈസ് ഗ്ലോബലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കോപ്പർ പ്രൈസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ലഭിക്കുന്ന കമ്പനിയാണ്. ഒപ്പം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തേക്കും കൂടി കടന്നിരിക്കുകയാണ് ഹിൻഡാൽകോ. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഹിൻഡാൽകോയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രപ്പോസൽസിൽ പ്രൊജക്റ്റുകൾ ബാഗ് ചെയ്തിട്ടുള്ള കമ്പനികൾ BPL ലിമിറ്റഡ് ഉണ്ട്, വിപ്രോ ഹൈഡ്രോളിക് ഉണ്ട്, അതുപോലെ തന്നെ സാംസങ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഡിക്സൺ ടെക്നോളജീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളും കൂടി ഈ പ്രപ്പോസൽസിൽ പങ്കാളികളാണ്. തീർച്ചയായിട്ടും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്ത് 2032 ആകുമ്പോഴേക്കും നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടോപ്പ് 4 സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനികളിലൊന്നായിട്ട് മാറും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ തന്നെയാണ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തും സെമി കണ്ടക്ടർ രംഗത്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച L&T വീണ്ടും വലിയ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മേജർ ഓർഡറാണ്. 5000-നും 10,000 കോടി രൂപയ്ക്ക് ഇടയിലൊരു ഓർഡറാണ്. ഈ ഓർഡർ ബാഗ് ചെയ്തിരിക്കുന്നത് സെയിലിൽ നിന്നാണ്. സ്റ്റീൽ അതോറിറ്റി ഇന്ത്യയിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ്. L&Tനെ സംബന്ധിച്ചും സെയിലിനെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ NTPC മൈനോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്യാണ്. US ബേസ്ഡ് ന്യൂക്ലിയർ ഫ്യൂവൽ ടെക്നോളജി കമ്പനിയുണ്ട്. ക്ലീൻ കോർ തോറിയം എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ഫ്യൂവൽ പാറ്റൻറ്റഡ് ആണ്. തോറിയം എൻറിച്ച്ഡ് യുറേനിയം ന്യൂക്ലിയർ ഫ്യൂവൽ പാറ്റൻറ്റഡ് ആണ്. ഇതിൻ്റെ പേര് അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ എനർജി ഫോർ എൻറിച്ച്ഡ് ലൈഫ് എന്ന് പറയുന്ന അനീൽ എന്ന് പറയുന്ന ഒരു ഫ്യൂവലാണ്. ഈ ഫ്യൂവലൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സിലൊക്കെയാണ്. അപ്പോൾ NTPC കമ്പനിയിൽ സ്റ്റേക്ക് എടുക്കാൻ പോവുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് വലിയ രീതിയിലാണ് ന്യൂക്ലിയർ പവർ രംഗത്തുള്ള ഡെവലപ്മെൻ്റൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്മോൾ മോഡൽ റിയാക്ടേഴ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. NTPCനെ സംബന്ധിച്ച് ഈ സ്റ്റേക്ക് ബൈയിങ് പോസിറ്റീവ് ന്യൂസാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് ഡാറ്റ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല പെർഫോമൻസ് ക്രെഡിറ്റ് ഗ്രോത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള കാത്തലിക് ബാങ്കാണ്. 29%. മെജോറിറ്റി ഗോൾഡ് റിലേറ്റഡ് പ്രൊഡക്റ്റുകളുടെ ഗ്രോത്ത് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ഉണ്ട് 16.3%, യൂക്കോ ബാങ്ക് 17.5%, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ 15.07%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 10.15%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 11.3%. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 900 കോടി രൂപയുടെ റൈറ്റ് ഓഫ് നടത്തിയിരുന്നു. ആ റൈറ്റ് ഓഫ് ഇല്ലെങ്കിൽ 12.43%. ക്രെഡിറ്റ് ഗ്രോത്ത് Q3, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ എൻഡ് ചെയ്ത Q3 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വളരെ പോസിറ്റീവ് ന്യൂസാണ്. തീർച്ചയായിട്ടും മറ്റു ബാങ്കുകളും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഫിഗേഴ്സ് പുറത്തുവിടും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അപ്പോൾ ഉള്ളത്. പൊതുവെ PSU പ്രൈവറ്റ് ബാങ്കിങ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ് ഈ ക്രെഡിറ്റ് ഗ്രോത്ത് ഡാറ്റ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ശോഭ ലിമിറ്റഡ് അവരുടെ Q3 സെയിൽസ് ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. റെക്കോർഡ് ഫിഗറാണ്. 2115 കോടി രൂപയ്ക്കുള്ള സെയിൽസാണ് Q3 അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 52.3% ബാംഗ്ലൂരിൽ നിന്നാണ്. 52.3% ഇയർ ടു ഇയർ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 11.2%. മേജർ ഷെയർ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ കേരള ഉണ്ട്, അതുപോലെ തന്നെ NCR റീജിയനിലുണ്ട്. റീസെൻ്റായിട്ട് മുംബൈയിലേക്കും എൻ്റർ ചെയ്തിട്ടുണ്ട് ശോഭ ലിമിറ്റഡ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ശോഭ ലിമിറ്റഡ്. അവരുടെ UAE-യിലുള്ള പ്രൊജക്റ്റുകളും വലിയ ഗ്രോത്ത്
ഗ്രോത്താണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് സോഴ്സ് നോക്കുകയാണെങ്കിൽ IIT മദ്രാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റാംജെറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇനി അവരുടെ ആർട്ടിലറി ഷെല്ലുകൾ ഗണ്ണുകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 155 mm 52 ബാരൽ ഗണ്ണുകൾ മാത്രമാണ് നമുക്കിനി ഉണ്ടാവുക. ഇന്ത്യൻ ആർമി ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോകത്തിൽ ഒരു രാജ്യവും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല. റാംജെറ്റ് ടെക്നോളജി സാധാരണ രീതിയിൽ മിസൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ആദ്യമായിട്ടാണ് IIT മദ്രാസ് ഈ ടെക്നോളജി ഗൺ ഷെല്ലുകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്ത് അതുപോലെ തന്നെ ഗ്ലോബലി വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസിഷൻ തന്നെയാണ് റാംജെറ്റ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിലറി ഗണ്ണുകൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിക്ക് അപ്പർ ഹാൻഡ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം എക്സ്പോർട്ട് ഓർഡേഴ്സ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജി കൂടി തന്നെയാണ്. അപ്പം നമ്മുടെ ആർമിയുടെ ഡിഫൻസിൻ്റെ ഒരു അപ്പർ ഹാൻഡ് സൂചിപ്പിക്കുന്ന ഒരു മൂവ് തന്നെയാണ് റാംജെറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിലറി ഗണ്ണുകൾ. അതുപോലെ തന്നെ ധാരാളം പുതിയ ഡെവലപ്മെൻറ്റുകൾ, ഡിഫൻസ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഓവറോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ തന്നെയാണ് അമേരിക്ക, ചൈന ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ മേലുള്ള അഡീഷണൽ താരിഫ് അല്ലെങ്കിൽ ഇന്ത്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഡിസിഷൻസും വരാനൊക്കെ കാരണം നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ രംഗത്തും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്നോളജി സെക്ടറിലെ ജോബ് ഓപ്പണിങ്ങിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 24% താഴെയാണ് ജോബ് ഓപ്പണിങ് ജനുവരിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും 6 വർഷത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഫിഗറാണ്. AI ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. AI പ്രൊഫഷൻ്റെ ആൾക്കാരെ മാത്രമാണ് സ്റ്റാഫായിട്ട് കമ്പനികൾ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ ജോബ് ലോസസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം AI റിലേറ്റഡ് സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്തിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കിൽ അക്വിസിഷൻ അല്ലെങ്കിൽ സ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആവശ്യമാണ് ഇനി ജോബ് രംഗത്തും. പക്ഷേ ഈ ഡാറ്റ സൂചിപ്പിക്കുന്ന ടെക്നോളജി രംഗത്ത് ധാരാളം ഗ്രാജുവേറ്റുകൾ, BTech എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ ഓരോ വർഷവും പുറത്ത് വരുന്നുണ്ട് ഡിഗ്രി അക്വയർ ചെയ്തുകൊണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഒരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. അതേസമയം സോഫ്റ്റ് സ്കില്ലുകൾ, AI സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാജുവേറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ടെക്നോളജി രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന AI രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ് 376.9 ടൈംസ് ലാസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ SME IPOs ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ ബോർഡ് IPO ഉണ്ട്. ഈ SME IPOസിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഗാബിയോൺ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. BSE SMEയിലാണ്. 1600 ആണ് മാർക്കറ്റ് ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് 3200 ഷെയറിന് അപ്ലൈ ചെയ്യണം. 81 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഗാബിയോൺ എന്ന് പറയുന്നത് വയർ മെഷ് ആണ്. വയർ മെഷ് കേജ് ഫിൽഡ് വിത്ത് മെറ്റീരിയൽസ് ലൈക്ക് ഷെല്ല്, സ്റ്റോൺ അല്ലെങ്കിൽ കോൺക്രീറ്റ്, സാൻഡ്, സോയിൽ, അതായത് ഒരു സെക്യൂരിറ്റി മെഷറിന് യൂസ് ചെയ്യുന്ന ഒരു വയർ മെഷ് കേജ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഡിഫൻസിൽ ആവശ്യമാണ്, മറ്റ് പല ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. നല്ല പെർഫോമൻസ് ആണ് ഈ കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2008 ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. BSE SME IPO ആണ് ഗാബിയോൺ ടെക്നോളജീസ് ലിമിറ്റഡ്. 6-ാം തീയതി ഓപ്പൺ ചെയ്ത് 8-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ് ഗാബിയോൺ ടെക്നോളജീസ് ലിമിറ്റഡ്. മെയിൻ ബോർഡിൽ കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയുടെ IPO ആണ് വരുന്നത്. 9-ാം തീയതി ആരംഭിച്ച് 13-ാം തീയതിയാണ് അവസാനിക്കുന്നത്. മിക്കവാറും ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് വരാൻ പോകുന്നത് 25 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയിലായിരിക്കും. കാരണം 1300 കോടി രൂപയാണ് റേസ് ചെയ്യാൻ പോകുന്നത്. 46.57 കോടി ഷെയർസാണ് IPO ആയിട്ട് വരുന്നത്. അപ്പോൾ കോക്കിംഗ് കോൾ രംഗത്തുള്ള
കോൾ ഇന്ത്യയുടെ ഒരു കമ്പനിയും കൂടി തന്നെയാണ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്. കോൾ ഇന്ത്യനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ലോ പ്രൈസാണ് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ലോങ് റണ്ണിൽ നല്ല രീതിയിലൊക്കെ റിട്ടേൺ കിട്ടിയേക്കാം. അതോടൊപ്പം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു IPO ആണ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്. 9-ാം തീയതി ആരംഭിച്ച് 13-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. 100% ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യേനെയും വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പല ആരോപണങ്ങളും വെനസ്വേലയ്ക്കും അതുപോലെ തന്നെ നിക്കോളാസ് മദുരോയ്ക്കും എഗൻസ്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയൊക്കെ പറഞ്ഞിരുന്നു. ആ ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല. അതേസമയം വെനസ്വേലയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള രാജ്യം. അമേരിക്കയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് വെനസ്വേലയിൽ ക്രൂഡ് ഓയിൽ എക്സ്പ്ലോറേഷനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ കമ്പനികളായ കൊണോക്കോ ഫിലിപ്സ്, അതുപോലെ തന്നെ ഷെവ്റോൺ, എക്സൺ മോബിലൊക്കെ ആയിരുന്നു വെനസ്വേലയിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ 1970കളിൽ വെനസ്വേല അവരുടെ ഓയിൽ അസറ്റ്സ് മുഴുവൻ നാഷണലൈസ് ചെയ്തു. 2007 എക്സൺ മോബിലിനെയും കൊണോക്കോ ഫിലിപ്സിനെയും അമേരിക്കൻ കമ്പനികളെ വെനസ്വേലയിൽ നിന്ന് വെനസ്വേല പുറത്താക്കി അവരുടെ അസറ്റൊക്കെ അക്വയർ ചെയ്തിരുന്നു. ഷെവ്റോൺ മാത്രമാണ് 4-5 സെൻറ്ററുകളിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെനസ്വേലയിൽ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യമൊക്കെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ വെനസ്വേല ക്യൂബാനെ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. ഇപ്പോഴും ക്യൂബയ്ക്ക് അതുപോലെ തന്നെ ചൈനയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത് വെനസ്വേലയാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേല അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായിരുന്നു. അപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവിനാണ് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസൊക്കെ കിട്ടിയിരുന്നത്. പക്ഷേ ആ നേതാവിനെ പോലും വെനസ്വേലയുടെ ഫർദർ ആയിട്ടുള്ള റൂളിങ്ങിലൊന്നും തന്നെ അമേരിക്ക ഉൾപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ന്യൂസ് തീർച്ചയായിട്ടും ഒരു ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് തന്നെയാണ്, ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലും അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ പ്രൈസിലൊക്കെ വീണ്ടും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ കണ്ടേക്കാം. ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ത്രസ്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഗ്ലോബലി മാർക്കറ്റ് ഷെയർ വെനസ്വേലയുടെ നോക്കുകയാണെങ്കിൽ നിയർലി 1% മാത്രമേ ഉള്ളൂ വെനസ്വേലയുടെ മാർക്കറ്റ് ഷെയർ. അതിൽ 76% പോകുന്നത് ചൈനയിലേക്കാണ്. ഇന്ത്യൻ കമ്പനികളും വെനസ്വേലയിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരുന്നു. റിലയൻസ് ഒക്കെ വലിയ രീതിയിലൊക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറവാണ്. അതോടൊപ്പം തന്നെ ONGCക്ക് വെനസ്വേലയിലൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊജക്റ്റുകളൊന്നും തന്നെ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇനി അമേരിക്ക ടേക്ക് ഓവർ ചെയ്യുന്നതോട് കൂടിയിട്ട് അമേരിക്കൻ കമ്പനികളുടെ കുത്തകയായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ വെനസ്വേല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ്. ആ രാജ്യത്തിനെയും കൂടി തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് വരുത്തുക, അതുമാത്രമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു ഡിസിഷനായിട്ട് വരുന്നത്. അമേരിക്ക അലഗേഷൻസ് ഒക്കെ പറയുന്നത് നിക്കോളാസ് മദുരോയും അതുപോലെ തന്നെ വെനസ്വേലൻ ഗവൺമെൻറ് അമേരിക്കയിലേക്ക് നാർക്കോട്ടിക്സ് ഒക്കെ തള്ളിവിടുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. OPM അതുപോലെ തന്നെ മറ്റ് പല ഫെൻറ്റാനിൽ പോലുള്ള നാർക്കോട്ടിക്സുകളൊക്കെ അമേരിക്കയിലേക്ക് ബോട്ടുകളിൽ കൂടി തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചു വരുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഒരു കോസ് ഫോർ കൺസേൺ ആണ്. അതോടൊപ്പം തന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇത്തരത്തിലുള്ള കമോഡിറ്റികളെ സംബന്ധിച്ച് വളരെയധികം വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് ഫ്ലോസ് ആണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. പല രാജ്യ നേതാക്കന്മാരും തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഡിസിഷനാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗ്ലോബലി വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചലനങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് വളരെ അഗ്രസീവായിട്ട് റീഡ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വലിയ രീതിയിലൊക്കെ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. നമ്മുടെ റുപ്പി ഓൾറെഡി ലോവർ ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് മുന്നേറുകയാണെങ്കിൽ അത് ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്.
അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് എക്കണോമിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിനെല്ലാം തന്നെ ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. നമ്മുടെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് സെയിൽസ് ഡാറ്റയാണ് ഡിസംബറിൽ പോലും വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഡിസംബർ മാസത്തിൽ ജനങ്ങൾ വണ്ടികളൊക്കെ വാങ്ങുന്നത് ഡിഫർ ചെയ്യാറുണ്ട്, കാരണം മോഡൽ ചേഞ്ച് നോക്കിയിട്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഡിസംബറിൽ പോലും നമ്മുടെ ജനങ്ങൾ വലിയ രീതിയിലാണ് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത മാസങ്ങളിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഓട്ടോമൊബൈൽ രംഗത്ത് നിന്നും കൺസംഷൻ ഡ്രിവൻ സെക്ടറിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും ധാരാളം ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 2026 ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആക്ഷൻസാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഫെബ്രുവരി 1 നമ്മുടെ ബഡ്ജറ്റ് വരെയാണ്. ഈ ബഡ്ജറ്റും വലിയ രീതിയിലുള്ള റിഫോം മെഷേഴ്സ് അനൗൺസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സുകൾ നിഫ്റ്റി സെൻസസ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിസംബർ 31 കൂടിയിട്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് നെക്സ്റ്റ് ഇയർ മാർച്ച് 31 കൂടിയിട്ട് നമ്മുടെ നിഫ്റ്റി സെൻസെക്സും 30,000 നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സ് 1 lakhും ക്രോസ് ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ധാരാളം കമ്പനികൾ, പ്രത്യേകിച്ച് ബാങ്കിങ് രംഗത്തുള്ള PSU ബാങ്കുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള കമ്പനികൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് രംഗത്തുള്ള കമ്പനികൾ, ഈ കമ്പനികളൊക്കെ നല്ല രീതിയിൽ മുന്നേറും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.